ഹായ് ഓൾ, കേരള ജോഗ്രഫിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കേരളത്തിലെ മണ്ണിനങ്ങളെക്കുറിച്ചാണ് കേട്ടോ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഇന്ത്യയിൽ അലൂവിയൽ സോയിൽ, ലാറ്ററേറ്റ് സോയിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. കേരളത്തിൽ കുറച്ചധികം ഡിവിഷനുകൾ ഉണ്ട്. അപ്പോൾ കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC ചോദിക്കാൻ ചാൻസ് ഉള്ള രീതിയിൽ നോക്കി പോവാണ്. ആദ്യമേ തന്നെ നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെ തരം മണ്ണിനങ്ങളുണ്ട്? ഒന്ന് ചെമ്മണ്ണുണ്ട് നമ്മുടെ ഇവിടെ. പിന്നെ ലാറ്ററേറ്റ് മണ്ണ്, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ലാറ്ററേറ്റ് മണ്ണുകളാണ്. പിന്നെയോ തീരദേശ എക്കൽ മണ്ണുണ്ട്, നദീതട എക്കൽ മണ്ണ്. എക്കൽ മണ്ണ് രണ്ട് തരത്തിൽ കേരളത്തിലുണ്ട്, തീരദേശവും നദീതടവും. അപ്പം ചെമ്മണ്ണ്, ലാറ്ററേറ്റ് മണ്ണ്, തീരദേശ എക്കൽ മണ്ണും നദീതട എക്കൽ മണ്ണും ഓർത്തു വെക്കുക. പിന്നെയോ നമുക്ക് ഓണാട്ടുകര എക്കൽ മണ്ണ്. അപ്പം മൂന്നാമത്തെ തരം എക്കൽ മണ്ണാണ് ഓണാട്ടുകര എക്കൽ മണ്ണ്. പിന്നെ കുട്ടനാട് എക്കൽ മണ്ണുണ്ട്. എക്കൽ മണ്ണുകളുടെ പല തരത്തിലുള്ളവ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ സലൈൻ ഹൈഡ്രോമോർഫിക് മണ്ണ് എന്ന് പറഞ്ഞൊരു തരമുണ്ട്. കരിമണ്ണുണ്ട്, റിഗർ എന്നും കരിമണ്ണിന് പേരുണ്ട്. പിന്നെ വനമണ്ണ്, നമ്മുടെ കാടുകളിൽ കാണാൻ പറ്റുന്ന തരത്തിലുള്ള വനമണ്ണുണ്ട്. ഇൻ ടോട്ടൽ നമുക്ക് എത്രയുണ്ട്? 9 തരമാണ് നമ്മളുടെ മണ്ണിനങ്ങൾ എന്ന് പറയുന്നത്. 9 തരമാണ് എന്നുള്ള കാര്യം ഓർക്കുക. ചെമ്മണ്ണ്, ലാറ്ററേറ്റ്, തീരദേശം, നദീതടം, ഓണാട്ടുകര എക്കൽ മണ്ണ്, സലൈൻ ഹൈഡ്രോമോർഫിക് മണ്ണ്, കുട്ടനാട് എക്കൽ മണ്ണ്, കരിമണ്ണ്, വനമണ്ണ്. ഇത്രയുമാണ് നമ്മുടെ മണ്ണിനങ്ങൾ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയവ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം നോക്കി തന്നെ പോവാം. ആദ്യമേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ അത് ലാറ്ററേറ്റ് മണ്ണാണ്. പക്ഷെ ഇവിടെ കണ്ടോ, എക്കൽ മണ്ണുകളുടെ പലതരമുണ്ട്. തീരദേശം, നദീതടം, പിന്നെന്താ കുട്ടനാട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓണാട്ടുകര എന്ന് പറഞ്ഞാൽ എക്കൽ മണ്ണിന്റെ പല തരമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആരാ ഉള്ളത്? ലാറ്ററേറ്റ് മണ്ണ്. അതുകൊണ്ട് അത് തെറ്റിക്കരുത്. ലാറ്ററേറ്റ് മണ്ണാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. ലാറ്ററൈസേഷന് കാരണമാകുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ലാറ്ററൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കുന്നത് കൊണ്ടാണ് ലാറ്ററേറ്റ് മണ്ണ് എന്ന് പറയുന്നത്. ഇപ്പം ശക്തമായ മഴ, ഉയർന്ന താപനില എന്നിവയൊക്കെ കൊണ്ട് മണ്ണിൽ ലാറ്ററൈസേഷൻ നടക്കുന്നു. അതിനാൽ തന്നെ എന്താണ് മണ്ണിന്റെ പേര് ലാറ്ററേറ്റ് മണ്ണ് എന്ന് വെച്ചാൽ അവർ ഒഴുകിപ്പോവും. അവരിൽ ഒത്തിരി മഴ ശക്തമായി പെയ്യുമ്പോഴത്തേക്കും ഈ മണ്ണിങ്ങനെ ഉറച്ചു കിടക്കുകയല്ല, അതിങ്ങനെ ഒഴുകിപ്പോകുന്നു. അപ്പം അതിൻ്റെ ഒരു ഇതൊക്കെ കുറവായിരിക്കും. ഇപ്പം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, കുറവായി നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഒക്കെ വളരെ കുറവായിരിക്കും. കാരണം ആ മണ്ണിലേക്ക് അത് പിടിക്കില്ല. അങ്ങനെയുള്ളൊരു സാധനമുണ്ട്. അപ്പം റിച്ച് ആയിരിക്കില്ല മണ്ണ്, ഒത്തിരി ഭയങ്കര ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണൊന്നും അല്ലായിരിക്കും കേട്ടോ. അതൊന്നും ഓർത്തിരുന്നാൽ മതി. അപ്പം ലാറ്ററൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നു എന്നുള്ളത് ഓർത്ത് വെക്കുക. ലാറ്ററേറ്റ് മണ്ണിൽ കുറവായും കാണപ്പെടുന്ന ഘടകങ്ങൾ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഒക്കെ വളരെയധികം കുറവായിരിക്കും. ജലം തങ്ങി നിൽക്കാത്ത മണ്ണിനമാണ് ലാറ്ററേറ്റ് മണ്ണുകൾ. മണ്ണങ്ങനെ ജലം അങ്ങനെ തങ്ങി നിൽക്കാറില്ല. pH മൂല്യം, ഒരു അമ്ലത്വം അല്ലെങ്കിൽ അസിഡിക് നേച്ചർ എന്നൊക്കെ നമുക്ക് പറയില്ലേ. അപ്പൊ pH മൂല്യം എന്ന് പറയുന്നത് 4.5 മുതൽ 6.2 വരെയാണ്. അങ്ങനെയാണ് കേട്ടോ pH മൂല്യം നിൽക്കുന്നത്. ഒരു അസിഡിക്കുമല്ല ബേസിക്കുമല്ല, ബേസ് എന്നുള്ള രീതിയിൽ രണ്ടിൻ്റെയും നടുക്കായിട്ടൊക്കെ നിൽക്കുന്നതായിട്ടുള്ളതാണ് അതിൻ്റെ ഒരു pH മൂല്യം. ഓക്കെ, അപ്പം 7 കഴിഞ്ഞാലാണ് നമ്മൾ അങ്ങോട്ട് പോവുക. എങ്കിൽ ഇപ്പോൾ ഒരു അമ്ല സ്വഭാവം ഉള്ളത് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും pH മൂല്യം വെച്ചിട്ട് കേട്ടോ. അപ്പം ഒത്തിരി ആ മണ്ണിൽ ഒത്തിരി പരീക്ഷണങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ലാറ്ററേറ്റ് മണ്ണിനെ പറ്റി ഇത്രയും അറിയാം. എപ്പോഴും ചോദിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതെന്നുള്ളത് തന്നെയാണ് കേട്ടോ. അത് ലാറ്ററേറ്റ് മണ്ണാണെന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. അടുത്തത് ചെമ്മണ്ണാണ്. കേരളത്തിൽ ചെമ്മണ്ണ് പൊതുവെ കാണപ്പെടുന്നത് തെക്ക് ഭാഗത്താണ്. തിരുവനന്തപുരത്തിന്റെ ഒരു തെക്ക് ഭാഗത്തേക്കായിട്ട് നമുക്ക് നന്നായി ചെമ്മണ്ണ് കാണാൻ പറ്റും. ചെമ്മണ്ണിന് എന്തുകൊണ്ടാണ് ചെമ്മണ്ണ്, ചുവപ്പ് മണ്ണെന്ന് പറയാത്തത്? ചെമ്മണ്ണ് അത് തിരുവനന്തപുരം ഒരു ഇത് തന്നെയാണ്. ചെമ്മണ്ണിന് ചുവന്ന നിറം എന്തുകൊണ്ടാണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യം കൊണ്ടാണ് കേട്ടോ. അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യം കൊണ്ടാണ് ചെമ്മണ്ണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലാറ്ററേറ്റ് മണ്ണ് കഴിഞ്ഞു, ചെമ്മണ്ണിലേക്ക് നമ്മൾ കയറി. ഇനി കേരളത്തിൽ ചെമ്മണ്ണ്
കാണപ്പെടുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കുന്നിൻ ചരിവുകൾ എന്ന് വെച്ചാൽ ആ ഒരു സസ്യ ആ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. കുന്നിന്റെ ചരിവുകളിലായിട്ട് നമുക്ക് ചെമ്മണ്ണ് കാണാൻ സാധിക്കും. ചെമ്മണ്ണ് ഫലഭൂഷ്ടി ഇല്ലായ്മയ്ക്ക് കാരണം ജൈവ വസ്തുക്കളുടെയും സസ്യജന്യ പോഷകങ്ങളുടെയും കുറവാണ് കേട്ടോ. എന്നുവെച്ചാൽ ചെമ്മണ്ണിൽ അങ്ങനെ ഒരു ഇപ്പൊ ലാറ്ററൈറ്റ് പറയുന്നത് പോലെ തന്നെ അങ്ങനെ അത്ര ഫലഭൂഷ്ടമായ മണ്ണൊന്നുമല്ല ചെമ്മണ്ണ്. അപ്പം എന്താ അതിനകത്ത് പോഷകക്കുറവുണ്ടാവും. അപ്പൊ അതിനകത്ത് ഒത്തിരി ഒന്നും നമുക്ക് എന്താണ് ഫലഭൂഷ്ടമായിട്ടും ഇങ്ങനെ പരീക്ഷണങ്ങൾ ഇന്ന് നട്ട് നോക്കി അതങ്ങ് വളർന്നോളും എന്നുള്ള രീതിയിൽ ഒരു വിധമായിട്ടുള്ള പരീക്ഷണങ്ങളും അവിടെ നടത്താൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കുക ചെമ്മണ്ണിനെ പറ്റി. അപ്പൊ ആദ്യമേ നമ്മൾ ലാറ്ററൈറ്റ് പറഞ്ഞു, അടുത്ത ചെമ്മണ്ണ് പറഞ്ഞു. ഇനി നമ്മൾ എക്കൽ മണ്ണുകളിലേക്ക് കയറാണ്. തീരദേശ എക്കൽ മണ്ണ് എന്നുള്ളത്. തീരദേശ എക്കൽ മണ്ണ് കാണപ്പെടുന്നത് എവിടെയാ? തീരപ്രദേശങ്ങളിലാണ്. അമ്ലത്വം കൂടുതലുള്ള മണ്ണിനമാണ് തീരദേശ എക്കൽ മണ്ണ്. ഭൂരിഭാഗം പ്രദേശങ്ങളിലും തീരദേശ എക്കൽ മണ്ണിന്റെ pH മൂല്യം 6.5 താഴെയാണ്. എന്ന് വെച്ചാൽ അമ്ലത്വം അസിഡിക് നേച്ചർ ഭയങ്കരമായിട്ട് കൂടുതലാണ് തീരദേശ എക്കൽ മണ്ണുകളിൽ. അമ്ലത്വം കൂടുതലാണ് തീരപ്രദേശങ്ങളിലായിട്ട് കാണുന്ന എക്കൽ മണ്ണിന്റെ ഒരു വിധമാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. അത് നദീതടം വരുമ്പോഴും എങ്ങനെയാ? കേരളത്തില് നദീതട എക്കൽ മണ്ണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് കൊല്ലത്താണ് കേട്ടോ. കേരളത്തിൽ കൊല്ലത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് നദീതട എക്കൽ മണ്ണ്. നദീതട എക്കൽ മണ്ണിന്റെ ഏറ്റവും പ്രധാന പ്രത്യേകതകൾ ഉൾപ്പെടുന്നതാണ് ഫലഭൂഷ്ഠതയും ജലത്തെ താങ്ങി നിർത്താനുള്ള കഴിവും നദീതടത്തിനുണ്ട്. നദീതട എക്കൽ മണ്ണുകൾക്ക് ഈ പ്രത്യേകത എന്ന് പറയുന്നതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത് ഫലഭൂഷ്ഠത ഉണ്ടാവും. അത് മാത്രമല്ല ജലത്തെ താങ്ങി നിർത്താൻ, ജലത്തിനെ പിടിച്ചു നിർത്താൻ, അബ്സോർബ് ചെയ്യാൻ ഈ നദീതട എക്കൽ മണ്ണിന് സാധിക്കും എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി ഓണാട്ടുകര എക്കൽ മണ്ണാണ്. ആ എക്കൽ മണ്ണിന്റെ തന്നെ ഇത് ആണ് പ്രധാനമായും കാണപ്പെടുന്നത് കൊല്ലം, ആലപ്പുഴ. കൊല്ലം, ആലപ്പുഴയിലാണ് ഇവിടെ ഓണാട്ടുകര എക്കൽ മണ്ണ് കാണുക. കടൽ വസ്തുക്കളുടെ നിക്ഷേപം എന്ന് വെച്ചാൽ കടലിൽ നിന്ന് വരുന്ന, കടൽ കൊണ്ടുവന്ന് തരുന്ന മണ്ണുണ്ടല്ലോ, ആ മണ്ണാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇത്തരം മണ്ണിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത് എന്തൊക്കെയാ? നാളികേരം, നെല്ല്, മരിച്ചീനി. ഇവ മൂന്നും നന്നായി തന്നെ നടക്കും. പക്ഷെ എന്താ, സസ്യങ്ങൾക്ക് ആവശ്യമായ ഒരു പോഷക കുറവ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഈ നാളികേരം, നെല്ലും മരിച്ചീനിയൊക്കെ വെച്ച് അതങ്ങ് വളർന്നു പൊയ്ക്കോളും ഓണാട്ടുകര എക്കൽ മണ്ണില്. പക്ഷെ ബാക്കിയുള്ളവ പിടിച്ചു വരാനുള്ള രീതിയിൽ ആ മണ്ണിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഓണാട്ടുകര എക്കൽ മണ്ണിന് പറ്റില്ല എന്നുള്ള കാര്യം ഓർക്കുക. അടുത്തത് സലൈൻ ഹൈഡ്രോമോർഫിക്. എന്താണ് സലൈൻ എന്ന് പറയുന്നത്? സലൈൻ ഹൈഡ്രോമോർഫിക് മണ്ണ് കാണപ്പെടുന്നത് എവിടെയാ? ഈ മണ്ണിനെ എവിടെയാ കാണുന്നത് നോക്കാം. എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂർ, കണ്ണൂർ. എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂർ, കണ്ണൂർ ഇവിടങ്ങളിൽ എന്ത് കാണാൻ പറ്റും? സലൈൻ ഹൈഡ്രോമോർഫിക് മണ്ണുകൾ കാണാൻ പറ്റും. ഇത്തരം മണ്ണിൽ കൂടുതലും എന്താ? നെല്ലാണ് കേട്ടോ. അപ്പോൾ ഓഗസ്റ്റ് ഡിസംബർ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നെല്ല് കൃഷി നമുക്ക് നന്നായി ചെയ്യാൻ പറ്റും. എറണാകുളം ജില്ലയിലെ പൊക്കാളി, കണ്ണൂർ ജില്ലയിലെ കൈപ്പാട് മണ്ണ് എന്നിവ ഹൈഡ്രോമോർഫിക് മണ്ണിന്റെ ഉദാഹരണങ്ങളാണ് കേട്ടോ. പൊക്കാളി മണ്ണ് എന്നുള്ളതും പിന്നെന്താണ് കൈപ്പാട് മണ്ണ് എന്നിവയൊക്കെ പറയുന്നതൊക്കെ എന്താ? ഈ ഒരു ഹൈഡ്രോമോർഫിക് സലൈൻ ഹൈഡ്രോമോർഫിക്കിന്റെ എന്താണ് ഒരു തരങ്ങളാണ് എന്നുള്ള കാര്യം ഓർക്കുക. അടുത്തത് കുട്ടനാട് മണ്ണ്. എന്തായിരിക്കും? കുട്ടനാടിന്റെ സമുദ്രനിരപ്പിൽ നിന്ന് താഴെ കൃഷി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശമാണ് ആര്? നമ്മുടെ കുട്ടനാട് എന്നുള്ളത്. ലോകത്ത് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലെ ആകെ വിസ്തൃതിയിൽ 875 കിലോമീറ്റർ മാത്രമാണ് ചതുരശ്രീ എന്ന് പറയാം. ചതുരശ്രീ കിലോമീറ്റർ ആണ് കുട്ടനാടിനുള്ളത്. കുട്ടനാട് ഭാഗത്ത് കടൽ ജലം കയറാതിരിക്കാൻ പണിത ബണ്ട് ഏതെന്ന് ചോദിച്ചാൽ തണ്ണീർമുക്കം ബണ്ടാണ് കേട്ടോ. വേമ്പനാട് കായൽ, നമ്മൾ കായൽ പറഞ്ഞ സമയത്തും ഈ തണ്ണീർമുക്കം ബണ്ടിന്റെ കാര്യം പറഞ്ഞതാ. ഇതെല്ലാം കുട്ടനാടിനെ കുറിച്ചാണ്. അവിടെ കാണപ്പെടുന്ന മണ്ണ് നമുക്കറിയാം. കുട്ടനാട് ഇങ്ങനെ നെല്ല് കൃഷിക്ക് വളരെയധികം ഫേമസ് ആയിട്ടുള്ള അരി എന്നുള്ള ആ നെല്ല് ഇതാണ്. നമുക്ക് വെള്ളത്തിലൂടെ ആണെന്നുള്ളതൊക്കെ നമുക്കറിയാം. ആ മണ്ണ് അവിടെ കാണപ്പെടുന്ന മണ്ണാണ് കുട്ടനാട് മണ്ണ്. അവിടെ എവിടെയാ കാണുന്നത് എന്നുള്ളതാണ് നമുക്കറിയാത്ത, കാരണം അത്രയും വെള്ളത്തിലാണ്. ഓക്കെ, അടുത്തത് വനമണ്ണാണ്. കേരളത്തിൽ വനമണ്ണ് കാണപ്പെടുന്ന ജില്ലകൾ കാടുള്ള സ്ഥലങ്ങളിൽ ഇടുക്കി, പാലക്കാട്, വയനാട് പൊതുവെ അവിടെയാണ് കാണപ്പെടുന്നത്. വനമണ്ണിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകൾ ഏതാണെന്ന് ചോദിച്ചാൽ റബ്ബർ, തേയില, കുരുമുളക്, കാപ്പി, ഏലം. നമ്മൾ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നുള്ള 3 കാറ്റഗറി പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ സമയത്ത് ഞാനിങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്തും പറഞ്ഞിരുന്നില്ലേ, ഇപ്പൊ മലനാട്
അവിടെ കാണുന്ന വിളകൾ എന്തൊക്കെയാണ് അത് വെച്ച് തന്നെ റിലേറ്റ് ചെയ്യണം കേട്ടോ. വനമണ്ണ് മലനാടുമായി ബന്ധപ്പെട്ടായിരിക്കും. ലാറ്ററൈറ്റ് സോയിൽ എവിടെ ആയിരിക്കും? ഇടനാടുകളിലാവും. തീരപ്രദേശത്തിലാണ് ഈ എക്കൽ മണ്ണ് കാണുക എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പൊ അങ്ങനെ വെച്ചിട്ട് റിലേറ്റ് ചെയ്തിട്ട് വേണം ഈ ഭാഗം പഠിക്കാൻ. അപ്പൊ വനമണ്ണിന്റെ പ്രധാന നിറം ഈ 2 ചുവപ്പ് കലർന്ന ഒരു തവിട്ട് നിറമാണ്. പിന്നെ pH മൂല്യം 5.5 മുതൽ 6.3 വരെ. അപ്പൊ അസിഡിക് ആണ്, അമ്ലത്വം ഉണ്ട് എന്നുള്ളതാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. വനമണ്ണൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചാൽ മാത്രം മതിയാകും. അടുത്തത് കരിമണ്ണ് അഥവാ കറുത്ത മണ്ണ്. കറുത്ത മണ്ണ് ഇത് നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ പഠിച്ചു പോകുന്നതാ. കേരളത്തിൽ കരിമണ്ണ് കാണപ്പെടുന്ന പ്രദേശം അതെവിടെയാ? പാലക്കാട് ചിറ്റൂർ താലൂക്ക് കേട്ടോ. ചിറ്റൂർ ഇത് ചോദിക്കുന്നുണ്ട്, PSC പലപ്പോഴായി ചോദിച്ചിട്ടുണ്ട്. കരിമണ്ണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് പരുത്തി കൃഷിക്ക് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഇന്ത്യയുടെ ഒരു ഇത് പറയുന്ന സമയത്ത് തന്നെ ബ്ലാക്ക് സോയിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ കാണുക, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിള ഏതാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കോട്ടൺ എന്ന് പറയാറുണ്ട്. അപ്പൊ പരുത്തി കൃഷിക്ക് ഈ മണ്ണ് ഭയങ്കരമായിട്ട് നല്ലതാണ്. കരിമണ്ണിന്റെ വേറെ പേരാണ് കറുത്ത പരുത്തി മണ്ണെന്നും റിഗർ മണ്ണെന്നും. റിഗർ എന്ന് വിളിക്കാറുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH മൂല്യം 7 മുതൽ 8.5 വരെയാണ് കേട്ടോ. അപ്പൊ കരിമണ്ണ് അഥവാ കറുത്ത മണ്ണ് അഥവാ റിഗർന്നും പറയും. റിഗർ മണ്ണ് എന്ന് ചോദിച്ചാൽ അതെല്ലാം എന്താ? കരിമണ്ണാണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ഓക്കെ ആണോ? എല്ലാം ഓക്കെ ആണോ? നോക്കിയേ, കേരളത്തിൽ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് ഏതാണ് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. ചെമ്മണ്ണ്, കറുത്ത മണ്ണ്, പീറ്റ് മണ്ണ്, എക്കൽ മണ്ണ്. എന്തായിരിക്കും? എക്കൽ മണ്ണായിരിക്കും കേട്ടോ. ഓക്കെ ആണോ? ഇവിടെ നെൽകൃഷിക്ക് വരാം പരുത്തി എന്ന് ചോദിച്ചാൽ അപ്പോഴേ കളി മാറി, അത് എന്താവും? കറുത്ത മണ്ണാവും കേട്ടോ. പരുത്തി എന്ന് പറഞ്ഞ അപ്പൊ പരുത്തി എവിടെയാ കാണുന്നത്? ചിറ്റൂർ. ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തെടുത്ത് പറയുന്നത്. ചിറ്റൂരാണ് കേട്ടോ. ചിറ്റൂരാണ് എന്നുള്ള കാര്യം ഓർക്കാം. അപ്പൊ ഇത്രയാണ് മണ്ണിനങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത്. ഒന്നും കൂടി എല്ലാം ഒന്ന് പറയാം നമുക്ക്. അപ്പം ആദ്യമേ തന്നെ കേരളത്തിലെ മണ്ണിനങ്ങളിൽ നമ്മൾ 9 തിരിച്ചു. ചെമ്മണ്ണ്, ലാറ്ററൈറ്റ്, തീരദേശ എക്കൽ മണ്ണ്. എക്കൽ മണ്ണ് ഇവിടെ 3-4 തരം ഉണ്ട്. തീരദേശം ഉണ്ട്, നദീതടം ഉണ്ട്, പിന്നെന്താണ്? ഓണാട്ടുകരയുണ്ട്, പിന്നെ കുട്ടനാടുണ്ട്. ഇനി സലൈൻ ഹൈഡ്രോമോർഫിക് എന്നുള്ള രീതിയിൽ ഒരു പ്രത്യേകതരം നമുക്ക് മണ്ണ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ കരിമണ്ണ്, വനമണ്ണ്. ആദ്യത്തേതായിരുന്നു ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ മണ്ണിനങ്ങളെ ലാറ്ററൈറ്റ് മണ്ണ് എന്ന് പറയുന്നത്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഒക്കെ വളരെ കുറവാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ, ഞാൻ എടുത്തെടുത്ത് പറയുന്നു, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതെന്ന് ചോദിച്ചാൽ അത് ലാറ്ററൈറ്റ് മണ്ണിനങ്ങളാണ്. ജലം തങ്ങി നിൽക്കാത്ത എന്നുവെച്ചാൽ ജലം അങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മണ്ണിനമാണ് കേട്ടോ. ഓക്കെ, pH മൂല്യം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെമ്മണ്ണ്. അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യം കൊണ്ടാണ് ചുവപ്പ് നിറം വരുന്നത് ചെമ്മണ്ണിന്. എവിടെയാണ് നമ്മൾ കൂടുതൽ കാണാം? തെക്ക് ഭാഗത്താണ്. തിരുവനന്തപുരത്തിന്റെ തെക്ക് ഭാഗത്ത് അല്ലെങ്കിൽ തെക്ക് ഭാഗത്തായിട്ടാണ് നമ്മൾ ഇത് കാണുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. കുന്നിൻ ചെരുവുകളിലായിട്ടൊക്കെ നമുക്ക് പ്രത്യേകം എടുത്ത് കാണാൻ പറ്റും. അത് ചെമ്മണ്ണും എന്താണ് ഭയങ്കരമായിട്ട് ഫലഭൂഷ്ടിയുള്ള മണ്ണൊന്നുമല്ല എന്നുള്ളത് ഓർത്തു വെക്കുക. അടുത്തത് തീരദേശ എക്കൽ മണ്ണുകളാണ്. തീരദേശ എക്കൽ മണ്ണ് കാണപ്പെടുന്നത് എവിടെയാ? തീരപ്രദേശങ്ങളിലായിരിക്കും എന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി എന്തുവാ? തീരദേശ എക്കൽ മണ്ണിന് അമ്ലത്വം കൂടുതലാണ് എന്നുള്ളത് ഓർക്കുക. നദീതട എക്കൽ മണ്ണാണ് അടുത്തത്. നദീതടം അതേപോലെ നദികൾ കൊണ്ട് വഹിച്ചു കൊണ്ടുവരുന്നതായിട്ടുള്ളതാണ് എക്കൽ മണ്ണിന്റെ പ്രധാന പ്രത്യേകത. ഫലഭൂഷ്ഠതയും ജലത്തെ തങ്ങി നിർത്താവുന്ന കഴിവാണ്. പിന്നെ ഉള്ളത് ഓണാട്ടുകര എക്കൽ മണ്ണാണ്. എവിടെയാണ്? പ്രധാനമായും കൊല്ലം, ആലപ്പുഴയിലാണ്. ഇത്തരം മണ്ണിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത് എന്തൊക്കെയാ? നാളികേരം, നെല്ല്, മരച്ചീനി. നാളികേരം, നെല്ല്, മരച്ചീനി ആണ് ഓണാട്ടുകരയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ എന്താ പ്രശ്നം? മണ്ണിന് എന്താ ഫലഭൂഷ്ടി ഇല്ല എന്നുള്ളതാണ് പലയിടങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇവിടെയും പറയാനുള്ളത്. പിന്നെ സലൈൻ ഹൈഡ്രോമോർഫിക് മണ്ണ്. സലൈൻ ഹൈഡ്രോമോർഫിക് മണ്ണ് കാണപ്പെടുന്നത് എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂർ, കണ്ണൂരാണ്. ഇവിടെ എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂർ, കണ്ണൂർ. പ്രധാന വിള എന്ന് പറയുന്നത് സലൈൻ ഹൈഡ്രോമോർഫിക്കില് എന്താണ്? നെല്ലാണ് കേട്ടോ. ഇപ്പൊ എറണാകുളത്ത് പൊക്കാളി എന്നും പിന്നെ കണ്ണൂർ ജില്ലയിൽ കൈപ്പാട് എന്നും അറിയപ്പെടുന്നത് എന്താ? സലൈൻ ഹൈഡ്രോമോർഫിക് മണ്ണിനങ്ങളാണ് എന്നുള്ള കാര്യം ഓർക്കുക. അടുത്തത് കുട്ടനാട് മണ്ണാണ്. എവിടെയാ? കുട്ടനാടിലായിരിക്കും കാണപ്പെടുന്നത് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. കുട്ടനാട് നമുക്ക് അറിയാം
വളരെയധികം താഴ്ന്ന പ്രദേശമാണ്. അപ്പൊ സമുദ്രനിരപ്പിൽ തന്നെ താഴെ കൃഷി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശം എന്ന് പറയുന്നത് തന്നെ കുട്ടനാടാണ്. കുട്ടനാട് ഭാഗത്ത് കടൽ ജലം കയറാതിരിക്കാൻ പണിത ബണ്ട് നമ്മൾ വേമ്പനാട്ട് കായലിന്റെ ഭാഗത്ത് പറഞ്ഞു. അതെന്താ? തണ്ണീർമുക്കം ബണ്ടാണ്. അടുത്തത് വനമണ്ണാണ്. കേരളത്തിൽ വനമണ്ണ് കാണപ്പെടുന്ന ജില്ലകൾ ഇടുക്കി, പാലക്കാട്, വയനാട് എന്നിവയാണ്. വനമണ്ണിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകൾ എന്നുള്ളത് റബ്ബർ, തേയില, കുരുമുളക്, കാപ്പി എന്നുള്ളവയാണ്. PH മൂലവും പറഞ്ഞു. കരിമണ്ണ്, കറുത്ത മണ്ണ് അഥവാ റിഗർ മണ്ണ് സോയിൽ എന്നറിയപ്പെടുന്നതാണ്. ഇവിടെ എന്താ? ചിറ്റൂർ ഭാഗത്തായിട്ടാണ് നമ്മൾ കേരളത്തില് കരിമണ്ണ് കാണുക എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. ചിറ്റൂർ ഭാഗത്ത് കരിമണ്ണ് കാണാം. ഇനി കരിമണ്ണിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് എന്താ? അത് പരുത്തിയാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. പരുത്തി കൃഷിക്ക് വളരെയധികം നല്ലതാണ് കരിമണ്ണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ. കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് എന്നുള്ള രീതിയിലാണ് മണ്ണിനത്തിൽ നിന്നൊരു ചോദ്യം വന്നിരിക്കുന്നത്. നെല്ലായതുകൊണ്ട് തന്നെ അത് എക്കൽ മണ്ണാണ്. കറുത്ത മണ്ണ് വരുന്നതാണെങ്കിൽ പരുത്തി എന്നുള്ളത് ഓർക്കുക. ഇനി മലനാട്ടിൽ കാണുന്നതാണെങ്കിൽ വനമണ്ണ്, അങ്ങനെയുള്ള രീതിയിലൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചേക്കണം. വനമണ്ണ്. പിന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലുത്, ഏറ്റവും കൂടുതൽ കാണുന്നത് ഞാൻ എടുത്തെടുത്ത് പറയുന്നു, ഏതാത്? ലാറ്ററൈറ്റ് മണ്ണിനമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അല്ലാതെ എക്കൽ മണ്ണുകൾക്ക് പല ഡിവിഷനുകൾ ഇവിടെ കാണുന്നതുകൊണ്ട് എക്കലാണെന്നൊന്നും പറഞ്ഞ് എവിടെ പോയി കുത്തരുത്. ലാറ്ററൈറ്റ് മണ്ണിനങ്ങളാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. PSC ചോദിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് മണ്ണിനം. നമുക്ക് ഇത്രയും ക്ലാസിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ PSCക്ക് ചോദിക്കാൻ കുറെ ചാൻസ് ഉണ്ട്. പക്ഷെ എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങൾ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു പോയിട്ടുമുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. Till then we meet. Bye.